ഈ ഒരു നൂറ്റാണ്ട് കാലം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമർപ്പിതമായ ചരിത്രമാണ് സമസ്തക്കുള്ളത്. അപ്പോൾ സമസ്ത ഈ നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു പണ്ഡിത സംഘടന എന്ന നിലക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ധ്വജവാഹകരായ ഒരു പവിത്ര സംഘം എന്ന നിലക്ക് അതിലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ദുഷ്ടലാക്കി വെച്ച് ദുഷ്ടപ്രചരണങ്ങൾ നടത്തുന്നുവെങ്കിൽ അതിൽ നമ്മൾ വീണ് പോകാനും പാടില്ല. ഒരിക്കലും നമ്മളതിൻ്റെ പ്രചാരകരോ വക്താക്കളോ ആകാനും പാടില്ല. മുഅ്മിനായ മനുഷ്യന് ഇമാം അലി ഇബ്നു അബി താലിബ് പറഞ്ഞ മാതിരി ഓൻ ചിന്തിച്ചിട്ടാണ് കാല് വെക്കുക. കാല് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ എവിടെ വെച്ചതെന്ന് പിന്നെ ചിന്തിക്കാൻ പാടില്ല. അതിന് മുമ്പ് ചെയ്യേണ്ട പണിയാണ്. പിന്നെ ഇങ്ങനത്തെ പല ജാതി അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. എൻ്റെ സമസ്യ, എൻ്റെ സമസ്ത, ഈ സമസ്യയിൽ അജി പ്രവർത്തിക്കുന്നത്, അതെൻ കസീർ. അവർക്ക് സമയമുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സമസ്ത കേരള ജമിയത്തിലോ 100 കൊല്ലം ഇവിടെ ഇന്നിനും പണികളൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് കേരള മുസ്ലിങ്ങളുടെ ഈ ഐഡന്റിറ്റി, സവിശേഷത, വ്യതിരിക്തത. അപ്പം അള്ളാഹു തആല അതിനെ നമ്മളെ പ്രവർത്തനം അനുസരിച്ചുള്ള കബൂൽ ഇങ്ങനെ ഉണ്ടാക്കി തരും. അള്ളാഹു തആല ഏറ്റെടുക്കും. അതിൻ്റെ ഹിഫാദത്തും അതിൻ്റെ പബ്ലിസിറ്റിയും ഒക്കെ അള്ളാഹു തആല ഏറ്റെടുക്കും. ഓരോരുത്തരും അവനവൻ്റെ റോൾ അഭിനയിക്കണം. അപ്പോൾ സംഘടനാ രംഗത്ത് ആ ഒരു അച്ചടക്കം പാലിക്കുക. അതിന് വേറൊരു ബദീൽ ഇല്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായ അപകടകരമായ വശം. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഗുരുതരമായ വിപത്താണ് അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകുക. അത് കണ്ടറിയാൻ ബുദ്ധിമാന്മാർക്ക് സാധിക്കണം.